നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് വാട്സപ്പിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ വാട്സപ്പിൽ വോയിസ് അയക്കാറുണ്ട്. ചിലപ്പോൾ ഈ വോയിസ് അയക്കുന്ന സമയത്ത് നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മളിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളൊരു വോയിസ് അയച്ചിരിക്കുക. എന്നാൽ ആ വോയിസിനകത്ത് എന്താണ് നമുക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. എന്നാൽ ആ വോയിസ് കേൾക്കാൻ നമുക്ക് സൗകര്യമില്ല. അത്തരത്തിലുള്ള വോയിസുകൾ നിങ്ങൾക്ക് രഹസ്യമായിട്ട് കേൾക്കാനുള്ളൊരു സൗകര്യം ഞാൻ കാണിച്ചുതരാം. നമ്മുടെ വാട്സപ്പിനകത്ത് തന്നെ ആ ഒരു സൗകര്യമുണ്ട്. ഏതാണെന്ന് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. താഴെ നിങ്ങൾക്ക് ചൂസ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നിലവിൽ നമുക്ക് ഇതിനകത്ത് ഇംഗ്ലീഷിലാണുള്ളത്. ഇവിടെ നമുക്ക് മലയാളം ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടില്ല. വരും അപ്ഡേറ്റുകൾ തന്നെ ഇതിനകത്ത് മലയാളവും നമുക്ക് ഉൾപ്പെടുത്തും. ഇപ്പോൾ ഐഫോണുകളിലൊക്കെ കൂടുതൽ ലാംഗ്വേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് ഉടനെ എത്തും. അതുപോലെ തന്നെ മലയാളം ഇപ്പോൾ നിലവിൽ ഐഫോണിലും ആൻഡ്രോയിഡിലും ഇല്ല. തൊട്ടടുത്ത അപ്ഡേറ്റുകളിലായിട്ട് തന്നെ മലയാളവും ഇതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് താഴെ സെറ്റപ്പ് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വാട്സപ്പിലേക്ക് വരാം. ഇപ്പോൾ എനിക്കൊരു വോയിസ് ഒന്നും കാണാൻ സാധിക്കും. ഈ വോയിസ് ഞാൻ പ്ലേ ചെയ്യാതെ ഇപ്പോൾ നമ്മൾ ഓഫീസിലോ മറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താണ് ഈ വോയിസിനകത്തുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വോയിസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാണാൻ സാധിക്കും വോയിസിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇംഗ്ലീഷിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇംഗ്ലീഷിലും അറബിയിലും മറ്റ് ലാംഗ്വേജുകൾ മാത്രമുള്ളൂ. മലയാളം ഉടൻ തന്നെ തൊട്ടടുത്തുള്ള അപ്ഡേറ്റുകളിലായിട്ട് മലയാളം എത്തും. മലയാളം എത്തിയ ഉടനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതോടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ആ വോയിസ് നമുക്ക് കേട്ട് നോക്കാതെ തന്നെ ആ വോയിസിനകത്തുള്ള എന്താണോ കാര്യങ്ങൾ അത് നമുക്കിവിടെ എഴുതി തരികയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 കാര്യമുണ്ട്. ഒന്ന്, വോയിസ് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ബ്ലൂ ടിക്ക് കാണിക്കില്ല. അതായത് നമ്മൾ കേട്ടു എന്ന ആൾ അറിയില്ല. പക്ഷേ അതിലുള്ള എന്താണോ ആ വോയിസിനകത്തുള്ള കാര്യം നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് തരികയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. വരും അപ്ഡേറ്റുകളൊക്കെ മലയാളം കൂടെ എത്തിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.